പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വോക്കി ടോക്കി കൊണ്ട് തലക്കടിയേറ്റ ചോന്നമണ്ണ് സ്വദേശി ഷിജു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ജങ്കാർ സർവീസ് നിർത്തിവെച്ച സാഹചര്യത്തിലാണ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു തുടങ്ങി. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനായാണ് അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള കടങ്ങോട് ജലധാര കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി അപകടാവസ്ഥയിൽ. കുടിവെള്ള പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. കൊടാലി വെള്ളിക്കുളങ്ങര റോഡിലെ ടാറിംഗ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടതുമൂലം ദുരിതത്തിലായി യാത്രക്കാർ. കൊടുങ്ങ പാലത്തിന് സമീപം വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് റോഡ് തകരാൻ ഇടയാക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. വോക്കി ടോക്കി കൊണ്ട് തലക്കടിയേറ്റ് പരിക്കേറ്റ കാർ യാത്രക്കാരനായ ചോന്നമണ്ണ് സ്വദേശി കാലായിൽ വീട്ടിൽ ഷിജു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു സംഭവം. ഫാസ്ടാഗ് ഇല്ലാതിരുന്ന ഷിജുവിന്റെ കാർ മറ്റൊരു വാഹനത്തിന്റെ പുറകിലൂടെ ടോൾ ബൂത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജീവനക്കാർ ഡ്രമ്മുകൾ നിരത്തി കാർ തടയുകയായിരുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിൽ ടോളിലെ 6 ജീവനക്കാർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഷിജു പറഞ്ഞു. അമ്മയും ഭാര്യയും കാറിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ജീവനക്കാരുടെ ആക്രമണം. എറണാകുളത്തെ ആശുപത്രിയിലേക്ക് പോകുന്ന കുടുംബത്തെയാണ് തടഞ്ഞു നിർത്തി ടോൾ ജീവനക്കാർ ആക്രമിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ ഷിജു പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. അതേസമയം ടോൾ നൽകാതെ കടന്നുപോയ കാർ തടയാൻ ശ്രമിക്കുന്നതിനിടെ കാർ യാത്രക്കാരൻ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നുവെന്നും മർദ്ദനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായും ടോൾ അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനായുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. അഴീക്കോട് മുനമ്പം പാലത്തിനായുള്ള തൂണുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ നിലവിലുണ്ടായിരുന്ന ജങ്കാർ സർവീസ് നിർത്തിവെച്ച സാഹചര്യത്തിലാണ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. അഴീക്കോട് ജെട്ടിയിൽ തന്നെയാണ് കടത്ത് ബോട്ട് സർവീസിനായി താൽക്കാലിക പ്ലാറ്റ്ഫോമും നടപ്പാലവും നിർമ്മിക്കുന്നത്. പ്ലാറ്റ്ഫോം നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ബോട്ട് സർവീസ് ആരംഭിക്കും. ജില്ലാ പഞ്ചായത്തിന് കീഴിൽ ജങ്കാർ സർവീസ് നടത്തിവന്നിരുന്ന കരാറുകാരന് തന്നെയാണ് ബോട്ട് സർവീസിന്റെ നടത്തിപ്പ് ചുമതല. ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു തുടങ്ങി. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനായാണ് അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കുന്നത്. ഗുരുവായൂർ ടൗൺഷിപ്പായിരുന്ന കാലത്ത് 1973 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ഔഖാദർകുട്ടി നഹയാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. 1978 മാർച്ച് 27 മന്ത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 10 വർഷം മുൻപ് കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. കെട്ടിടത്തിലെ കോൺക്രീറ്റ് അടർന്നു വീണ് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും പരിക്കേൽക്കുന്നത് പതിവായിരുന്നു. പൊളിക്കുന്നതിന് മുന്നോടിയായി കെട്ടിടത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെ മുഴുവൻ നഗരസഭ ഒഴിപ്പിച്ചിരുന്നു. ഇവർക്ക് താൽക്കാലിക സംവിധാനം നഗരസഭ നൽകിയിട്ടുണ്ട്. 31,56,000 രൂപ നഗരസഭയ്ക്ക് നൽകിയാണ് സ്വകാര്യ കമ്പനി കെട്ടിടം പൊളിക്കാൻ കരാർ എടുത്തിരിക്കുന്നത്. 45 ദിവസത്തിനുള്ളിൽ കെട്ടിടം പൂർണ്ണമായി പൊളിച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. കെട്ടിടം പൊളിക്കുന്നത് പൂർത്തിയായാൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. നിർമ്മാണത്തിനായി കേരള ബാങ്കിൽ നിന്ന് 16 കോടി രൂപ വായ്പയെടുക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. പ്രതിപക്ഷം ഇതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. വായ്പയെടുക്കാനുള്ള തീരുമാനം നഗരസഭയെ കടക്കണിയിലേക്ക് തള്ളിവിടുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. TCV ന്യൂസ്, ഗുരുവായൂർ. 30 വർഷം പഴക്കമുള്ള കടങ്ങോട് ജലധാര കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി അപകടാവസ്ഥയിൽ. കടങ്ങോട് പഞ്ചായത്തിലെ 4, 7, 8 വാർഡുകളിലെ കുടുംബങ്ങൾക്കുള്ള ജലധാര കുടിവെള്ള പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. ജലസംഭരണിയുടെ വശങ്ങളും സംരക്ഷണ ഭിത്തിയും കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലാണ്. സംഭരണിക്ക് താഴെയുള്ള വീടുകളിലുള്ളവർ ഭീതിയിലാണ് കഴിയുന്നത്. നിലവിലെ സംഭരണി പൊളിച്ചു നീക്കി മറ്റൊരു സംഭരണി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പരിസരത്തുള്ള 108 കുടുംബങ്ങളിൽ 70-ലധികം കുടുംബങ്ങൾക്കും സ്വന്തമായി കിണറില്ല. ഇവരുടെ ഏക ആശ്രയം ഈ കുടിവെള്ള പദ്ധതിയാണ്. സംഭരണിയിൽ വെള്ളമില്ലാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയാണ്. മുൻപ് ജലധാര കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് അധികൃതർ
16 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് അധികൃതർ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും പണം അനുവദിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു. ഞങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങൾക്ക് കിണറുമില്ല, ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടാങ്ക് ഇതാ അതീവ ഗുരുതരാവസ്ഥയിലാണ്. വിണ്ട് പൊട്ടി അതിന് വിള്ളലുകൾ സംഭവിച്ച് വെള്ളം പുറത്തേക്ക് എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഞങ്ങൾ നിരന്തരമായിട്ട് ഭരണാധികാരികളെ അറിയിച്ചിട്ടുണ്ട്, വന്ന് നോക്കിയിട്ടുണ്ട്. ഇന്ന് വരെ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. 5-6 പേര് പോയി അപേക്ഷ വെച്ചു. അപ്പൊ പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞു ഫണ്ടും പാസ്സായിട്ടുണ്ട്, ഇതിന് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് പരിഹാരം കാണാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇപ്പൊ അതാ പറയുന്നു ഈ ഫണ്ട് പാസ്സായിട്ടില്ലാന്ന്. ഇന്നൊട്ടിട്ട് കുടിവെള്ളം നിർത്തുകയാണെന്നാ പറയണേ. ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല. ഈ ടാങ്കിലേക്ക് വെള്ളം അടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ താഴത്ത് 10-13 വീടുകളുണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നത് പൊടി പിടിക്കാൻ എന്തായാലും ഈ 13 വീടുകൾ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മോട്ടർ അടിച്ച് വെള്ളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരൾച്ചയെ നേരിടുന്നതിന് ഓരോ ഗുണഭോക്താവും 1000 രൂപയെടുത്ത് ജലവിതരണ മോട്ടോർ പുരയിലേക്ക് 3 ഫേസ് കണക്ഷൻ എടുത്തിരുന്നു. MP, MLA, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകുമെന്നും നാട്ടുകാർ അറിയിച്ചു. TCV എരുമപ്പെട്ടി. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളിലെ 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന കോടാലി വെള്ളിക്കുളങ്ങര റോഡിൽ കുഴികൾ നിറഞ്ഞത് യാത്രക്കാർക്ക് ദുരിതമായി. കുടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് കുഴികൾ നിറഞ്ഞിട്ടുള്ളത്. കുടുങ്ങ പാലം, വെള്ളിക്കുളങ്ങര വായനശാല, ബസ് സ്റ്റാൻഡ്, സർക്കാർ സ്കൂൾ എന്നിവയുടെ പരിസരങ്ങളിലാണ് റോഡിൽ പരക്കെ കുഴികൾ രൂപപ്പെട്ടത്. മഴ പെയ്താൽ കുടുങ്ങ പാലത്തിന് സമീപം വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് ഇവിടെ റോഡ് തകരാൻ ഇടയാക്കുന്നത്. വശങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകളുണ്ടെങ്കിലും പുല്ലും മണ്ണും മൂടി ഈ ചാലുകൾ അടഞ്ഞുപോയ നിലയിലാണ്. ഇതുമൂലം മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടന്ന് കുഴികൾ രൂപപ്പെടുകയാണ്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തും ഇത് തന്നെയാണ് അവസ്ഥ. കോടാലി വരെ സുഖമായി യാത്ര ചെയ്യാം, പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് തണ്ടലോ ഓടിയുന്ന അവസ്ഥയാണുള്ളത്. ഉയർന്ന റോഡ് നികുതിയും മറ്റു നികുതികളും കൊടുത്ത ആൾക്കാർ വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്നത്. ഈ വാഹനങ്ങളിലെ ഐസിലൊടിഞ്ഞ് പല വണ്ടികളും റോഡിൽ ഈ കൊടുങ്ങ ഇതിൽ കടന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. റോഡ് ശരിയാക്കാമെന്ന് പറയുന്നത് ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല 2 വർഷം മുമ്പ് റോഡിലെ കാനകൾ നിന്ന് റോഡിൽ കൂടെ വെള്ളം ഒഴുകി റോഡ് നാശമെന്ന് സംബന്ധിച്ച് കൊടുത്ത പരാതി അനുസരിച്ച് അവർ സ്ഥലത്ത് വരികയും എസ്റ്റിമേറ്റ് എടുത്ത് ഉടനെ പണി ആരംഭിക്കുമെന്ന് പറഞ്ഞ് കത്ത് തന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അതിനെപ്പറ്റി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായി മാറുന്നതോടെ ഇവിടുത്തെ ദുരിതം പരിഹരിക്കപ്പെടുമെന്നാണ് റോഡിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നവരോട് അധികൃതർ നൽകുന്ന മറുപടി. കൊടകര വെള്ളിക്കുളങ്ങര റോഡിന്റെ 3ാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി കോടാലി അന്നംപാടം ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ വരെ റോഡ് വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് നടത്തുമ്പോൾ കൊടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥയും പരിഹരിക്കപ്പെടുമെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ വെള്ളിക്കുളങ്ങര വഴിയുള്ള മലയോര ഹൈവേ നിർമ്മാണവും കോടാലി മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡ് നവീകരണവും അനിശ്ചിതമായി വൈകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. TCV കൊടകര. 10 ദിവസങ്ങളിലായി നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നാട്ടുകാരെ ഉൾപ്പെടുത്തി ജനറൽ കമ്മിറ്റി രൂപീകരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ചെയർമാൻമാരായി 7 സബ് കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ഓരോ സബ് കമ്മിറ്റിയിലും 10 ദേവസ്വം ഉദ്യോഗസ്ഥരും 5 ഭക്തരുമടങ്ങിയ 15 അംഗങ്ങൾ ഉണ്ടാകും. ഫെബ്രുവരി 21-ന് ആനയോട്ടത്തിന് ശേഷം കൊടിയേറി 29-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. കൊടിയേറ്റത്തിന് മുന്നോടിയായുള്ള കലശ ചടങ്ങുകൾക്ക് ഫെബ്രുവരി 13-ന് തുടക്കമാകും. പ്രസാദ വോട്ടിൽ പരമാവധി പേരെ പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായിരുന്നു. ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KR ഗോപിനാഥ്, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ദേവസ്വത്തിലെ വിവിധ വകുപ്പുകളുടെ മേധാവികൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. എരമംഗലത്ത് മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ PT മോഹനകൃഷ്ണന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. ഗവർണർ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധക്കാർ കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനവ്യൂഹത്തിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. കോൺഗ്രസിന്റെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് CPM, DYFI, SFI പ്രവർത്തകരായ 25ഓളം പേർക്കെതിരെ പെരുമ്പടപ്പ് പോലീസ് കേസെടുത്തു. DYFI പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ്, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജയൻ, CPM നേതാക്കളായ സുരേഷ് കാക്കനാത്ത്,
ഗിരി, വാസൻ തുടങ്ങി 25ഓളം പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയച്ചു. വേലൂരിൽ കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. കേച്ചേരി ഭാഗത്തു നിന്ന് വേലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് കാറും വേലൂർ ഭാഗത്തു നിന്ന് കേച്ചേരിയിലേക്ക് മണലുമായി വന്നിരുന്ന ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ പുറകിലേക്ക് നീങ്ങിയ കാർ സമീപത്തെ വൈദ്യുതി തൂണിലിടിച്ച് വൈദ്യുതി തൂൺ രണ്ടായി മുറിഞ്ഞ് അപകടത്തിൽപ്പെട്ട ടിപ്പർ ലോറി മരത്തിൽ ഇടിച്ചാണ് നിന്നത്. മാളയിൽ നിന്ന് മാറ്റിയ സബ് ട്രഷറി തിരിച്ചു കൊണ്ടുവരുന്നതിനായി സൗകര്യമൊരുക്കുന്നതിന് 30 ലക്ഷം രൂപ വകയിരുത്താൻ തീരുമാനം. നിലവിലുള്ള കെട്ടിടത്തിൽ തടസ്സമുണ്ടായാൽ മിനി സിവിൽ സ്റ്റേഷൻ പരിഗണിക്കാനാണ് സാധ്യത. മാളയിൽ ട്രഷറി പ്രവർത്തനത്തിനുള്ള സൗകര്യം ഒരുക്കുന്നതിനായാണ് തനത് ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. മാളയിലെ ട്രഷറി കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ചുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ വിലയിരുത്തിയാകും തുടർ നടപടികൾ ഉണ്ടാവുക. സബ് ട്രഷറി വീണ്ടും മാളയിലേക്ക് കൊണ്ടുവരണമെന്ന നിലപാടിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഈ വിഷയം പരിഗണിച്ചത്. ട്രഷറി വകുപ്പിന്റെ കീഴിലുള്ള 13 സെന്റ് സ്ഥലത്തെ കെട്ടിടം അറ്റകുറ്റപ്പണിയോ പുനർനിർമ്മാണമോ നടത്താനുള്ള നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. മാളയിൽ നിലവിലുള്ള കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്താൻ സാമ്പത്തിക പ്രയാസമുണ്ടെന്നാണ് സർക്കാർ വാദം. സർക്കാർ നിലപാടിനെതിരെ പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് തട്ടകത്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ജോസഫ് തട്ടകത്ത് 2003 ട്രഷറി വകുപ്പിന് മാളയിൽ സൗജന്യമായി സ്ഥലം നൽകിയത്. 2013 1.14 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ്. മൊബൈൽ കവറേജ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ 4G സാച്ചുറേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ടവർ നിർമ്മാണം TN പ്രതാപൻ MP വിലയിരുത്തി. വരന്തരപ്പള്ളി, നായാട്ടുകുണ്ട്, എച്ചിപ്പാറ, കുണ്ടായി എസ്റ്റേറ്റ്, ആനപ്പാന്തം, ഒളനപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിലാണ് MP-യുടെ നിർദ്ദേശപ്രകാരം ടവർ നിർമ്മാണം പുരോഗമിക്കുന്നത്. ടവർ നിർമ്മാണം പൂർത്തിയാക്കി പദ്ധതി ഉടൻ കമ്മീഷൻ ചെയ്ത് കണക്ഷൻ നൽകാൻ MP കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. ITS പ്രിൻസിപ്പൽ ജനറൽ മാനേജർ AS സുകുമാരൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ തുടങ്ങിയവർ MP-യോടൊപ്പം ഉണ്ടായിരുന്നു. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി നടത്തുന്ന വാഹന പ്രചാരണ ജാഥയ്ക്ക് താന്യം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളമുക്ക് സെന്ററിൽ സ്വീകരണം നൽകി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തുറയൻ, ജാഥ ക്യാപ്റ്റൻ PI ഷൗക്കത്ത് അലിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. നേതാക്കളായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VK പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി കോട്ടൂലിലെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 108 ആംബുലൻസിന് രാത്രി സർവീസ് ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. ആശുപത്രിയിൽ രാത്രി ചികിത്സ തുടങ്ങിയെങ്കിലും ആംബുലൻസ് സർവീസ് രാത്രി 8 വരെ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് സമീപ പ്രദേശങ്ങളിൽ നിന്ന് 108 ആംബുലൻസ് വരേണ്ട സ്ഥിതിയാണ്. ഇത് സമയനഷ്ടത്തോടൊപ്പം രോഗിയുടെ ജീവന് ഭീഷണിയാകുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. പഴഞ്ഞിയിലെ 108 ആംബുലൻസിനെ രാത്രി സർവീസിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഉരുമനയൂർ ഒറ്റത്തെങ്ങിൽ ടോറസ് ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ഒടിഞ്ഞ് ലോറിക്ക് മുകളിലേക്ക് വീണു. നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അന്തിക്കാട് റിട്ടയേർഡ് പട്ടാളക്കാരന് ബൈക്ക് അപകടത്തിൽ നഷ്ടപ്പെട്ട വിരൽ കണ്ടെത്തി തുന്നിച്ചേർത്തു. അന്തിക്കാട് സ്വദേശി കൊച്ചത്ത് രതീന്ദ്രദാസിനാണ് വിരൽ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ പാൽ വാങ്ങാനെത്തി ബൈക്ക് തിരിക്കുന്നതിനിടയിലായിരുന്നു ബൈക്കിന്റെ നിയന്ത്രണം തെറ്റി അപകടം സംഭവിച്ചത്. കൈമുറിഞ്ഞ് ചോര വാർന്ന നിലയിൽ രതീന്ദ്രദാസിനെ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്നാണ് സൊസൈറ്റിയിലെ ജീവനക്കാരിയായ അനിത റോഡരികിൽ കിടന്നിരുന്ന വിരൽ കണ്ടെത്തിയത്. തുടർന്ന് വിരൽ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ച് തുന്നിച്ചേർക്കുകയായിരുന്നു.
തെക്കങ്കര പഞ്ചായത്ത് വികസന സെമിനാർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ M രേണുകുമാർ പദ്ധതി വിശദീകരണം നടത്തി. തെക്കങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ, തെക്കങ്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ, കില റിസോഴ്സ് പേഴ്സൺ K സുഭാസ്, പഞ്ചായത്ത് സെക്രട്ടറി Dr. TN ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ഓട്ടൻ, ശീതങ്കൽ, പറയൻ, തുള്ളൽ അവതരണങ്ങൾ ഒരേ വേദിയിൽ അരങ്ങേറി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബിയിൽ പഠിക്കുന്ന 13 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘത്തിനായാണ് തുള്ളൽ അവതരിപ്പിച്ചത്. കലാമണ്ഡലം തുള്ളൽ വിഭാഗമാണ് ഇതിന് നേതൃത്വം നൽകിയത്. കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവി കലാമണ്ഡലം മോഹനകൃഷ്ണൻ, അധ്യാപകരായ കലാമണ്ഡലം സുരേഷ് കാളിയത്ത്, കലാമണ്ഡലം ഷർമിള, കലാമണ്ഡലം നയനൻ, കലാമണ്ഡലം നിഖിൽ മലയാലപ്പുഴ, കലാമണ്ഡലം പ്രീജ, MA വിദ്യാർത്ഥിനി അമൃത എന്നിവർ അവതരണങ്ങളിൽ പങ്കെടുത്തു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ റുസ്തം ബറൂച്ചയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥി സംഘം കലാമണ്ഡലം സന്ദർശിച്ചത്. മാള തുമ്പരശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തി. തുമ്പരശ്ശേരി സ്വദേശി കൊടിയൻ വീട്ടിൽ 50 വയസ്സുള്ള ടോമിയാണ് മരിച്ചത്. ഇയാളെ ശനിയാഴ്ച മുതൽ കാണാനില്ലായിരുന്നു. പ്രദേശത്തെ കിണറിൽ നിന്ന് ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സ്ഥാപക നേതാവായ CM ജോർജ് അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് MV ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ജെയിംസ് ചെമ്മണ്ണൂർ, ഫസലുർ റഹ്മാൻ, ആൽഫ ബിജു എന്നിവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്തിന്റെയും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തി. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായിരുന്നു. ക്യാൻ തൃശൂർ പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ PK രാജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കരയിൽ നടക്കുന്ന തൃശൂർ ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷയായിരുന്നു. എളനാട് ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ 25, 26, 27 തീയതികളിലാണ് സംഗമം നടക്കുന്നത്. ക്ഷീരവികസന വകുപ്പ് തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ, പഴയന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാരുദ്ര യജ്ഞത്തിന് വ്യാഴാഴ്ച വസൂർധാരയോടെ സമാപനമാകും. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന വസൂർധാരയ്ക്ക് ശേഷം ശ്രീരുദ്ര മന്ത്രം ജപിച്ച് ചൈതന്യമാക്കിയ 11 ജീവകലശങ്ങൾ ഭഗവാന് അഭിഷേകം ചെയ്യുന്നതോടെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും. രാവിലെ ചൊവ്വല്ലൂർ മോഹനനും സംഘവും അവതരിപ്പിക്കുന്ന ആൽത്തറമേളം, വൈകിട്ട് തിരുവനന്തപുരം സർഗവീണ അവതരിപ്പിക്കുന്ന രുദ്ര പ്രജാപതി, ബാലെ എന്നിവ ഉണ്ടാകും. കടവല്ലൂർ തറമേൽത്താഴം സ്ലൂയിസ് കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ P വിജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ CK വിശ്വംഭരൻ, TS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് പാടശേഖര സമിതി ഭാരവാഹികൾ കൈമാറി. വയോജന സേവനങ്ങൾക്കായി അരിമ്പൂർ പഞ്ചായത്തിൽ തയ്യാറായ വളണ്ടിയർമാർക്കുള്ള അതിദിന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. വയോജനങ്ങൾ നേരിടുന്ന മനോവിഷമങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വ്യക്തിഗത പരിപാലന മാതൃകയിലൂടെ പരിഹരിക്കാൻ സേവനം ഒരുക്കുകയാണ് അരിമ്പൂർ പഞ്ചായത്ത്. 1000 സന്നദ്ധ പ്രവർത്തകരെയാണ് ഇതിനായി സജ്ജമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ 14, 15 വാർഡുകളിലെ പ്രവർത്തകർക്കാണ് പരിശീലനം നടത്തുന്നത്. തുടർന്ന് 8 പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതോടെ എല്ലാ വാർഡുകളിലേക്കും സന്നദ്ധ പ്രവർത്തകർ സജ്ജമാകും. കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ, അങ്കണവാടിയുടെ വയോജന ക്ലബ്ബുകൾ തുടങ്ങിയവയിലൂടെയാണ് സന്നദ്ധരായവരെ കണ്ടെത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് CG നസജീഷ്, വാർഡ് മെമ്പർമാരായ സലിജർ, ജില്ലി വിൽസൺ, VK ഉണ്ണികൃഷ്ണൻ, ICDS സൂപ്പർവൈസർ KM ഭാഗ്യം തുടങ്ങിയവർ പങ്കെടുത്തു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവ് CM ജോർജ് അനുസ്മരണം കുന്നംകുളം വ്യാപാര ഭവനിൽ നടന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM അബൂബക്കർ, ജോയിന്റ് സെക്രട്ടറിമാരായ രാജു B ചുങ്കത്ത്, AA ഹസൻ എന്നിവർ പങ്കെടുത്തു. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസിന്റെ ശതാഭിഷേക പിറന്നാൾ CNN സ്കൂൾ സ്റ്റുഡൻസ് അലുമിനി ഫോറവും പാട്ടുകൂട്ടവും ചേർന്ന് ആഘോഷിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ AR പ്രവീൺ കുമാർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. C വിജയൻ അധ്യക്ഷനായി. പിന്നണി ഗായകൻ യദു S മാരാർ, ഉമേഷ് നായർ, KB പ്രമോദ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മഹാരുദ്ര യജ്ഞത്തിന്റെ ഭാഗമായി നടന്നുവന്നിരുന്ന ദേശീയ സെമിനാർ സമാപിച്ചു. കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, പാഠകം, മിഴാവ് എന്നിവ ആസ്പദമാക്കി പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സമാപന ചടങ്ങിൽ ഡോക്ടർ പത്മജ സുരേഷ് രചിച്ച ഡാൻസ് ഓഫ് തന്ത്ര ആൻഡ് എ സദ്ഗുരു എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK ഹരിഹരകൃഷ്ണൻ നിർവഹിച്ചു. ദേശീയ സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ CM നീലകണ്ഠൻ ഏറ്റുവാങ്ങി. ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ KK ഗോവിന്ദദാസ്, KK വിശ്വനാഥൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ NK ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. അഭിഭാഷകനെതിരെ അപമര്യാദയായി പെരുമാറുകയും കള്ളക്കേസെടുക്കുകയും ചെയ്ത ആലത്തൂർ SIക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് രജിത് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സിജു മുട്ടത്ത് അധ്യക്ഷനായിരുന്നു. അഭിഭാഷകരായ സുഭാഷ് കുമാർ, ഷൈൻ മനയിൽ, സ്റ്റോബി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഇലക്ട്രോണിക്സിൽ എരുമപ്പെട്ടി സ്വദേശിനി വിദ്യ വിജയൻ 1ാം റാങ്ക് കരസ്ഥമാക്കി. എരുമപ്പെട്ടി മങ്ങാട് കൊടപ്പാടത്ത് വീട്ടിൽ വിജയന്റെയും പ്രീതയുടെയും മകളാണ്. തൊഴിയൂർ കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. താന്യം പഞ്ചായത്തിന്റെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷയായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഹ്ന പ്രജു തുടങ്ങിയവർ പങ്കെടുത്തു. കീഴ്പള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷയായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ഡിവൈഎസ്പി സലീഷൻ ശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൈക്കിൾ യാത്രയ്ക്ക് വടക്കേക്കാട് സ്വീകരണം നൽകി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് V താജുദ്ദീൻ അധ്യക്ഷനായിരുന്നു. 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള 60ഓളം പേരാണ് സൈക്കിൾ യാത്രയിൽ അംഗങ്ങളായി ഉണ്ടായിരുന്നത്. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ തിരുനാൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന പ്രസിദ്ധന്തി വാഴ്ചയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികനാകും. തുടർന്ന് ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം ഡിവൈഎസ്പി TS സിനോജ് നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ 7:15 ദിവ്യബലി, കൂടുതുറക്കൽ, അമ്പ് വെഞ്ചിരിപ്പ് എന്നിവ നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനാകും. വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, ജനറൽ കൺവീനർ ജോസ് പൂക്കോടൻ, കൈക്കാരൻ ഗബ്രിയൽ ഐനിക്കൽ, പബ്ലിസിറ്റി കൺവീനർ പ്രിൻസ് മഞ്ഞളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുത്തുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ ഗോൾഡൻ ബുക്ക് പ്രകാശനം നടന്നു. പുതുവർഷത്തിന്റെയും ക്രിസ്മസിന്റെയും ഭാഗമായി 1000ഓളം കുട്ടികൾ തയ്യാറാക്കിയ ആശംസാ കാർഡുകൾ ഉപയോഗിച്ചാണ് 8 അടി ഉയരവും 6 അടി വീതിയുമുള്ള കൂറ്റൻ ഗോൾഡൻ ബുക്ക് തയ്യാറാക്കിയത്. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് EK നിസാർ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ PA യൂസഫ്, പഴയന്നൂർ BPC K പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വലിയക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വോക്കി ടോക്കി കൊണ്ട് തലക്കടിയേറ്റ് ചുവന്നമണ്ണ സ്വദേശി ഷിജു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ജങ്കാർ സർവീസ് നിർത്തിവെച്ച സാഹചര്യത്തിലാണ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു തുടങ്ങി. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനാണ് അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള കടങ്ങോട് ജലധാര കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി അപകടാവസ്ഥയിൽ. കുടിവെള്ള പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ രംഗത്ത്.
കൊടാലി വെള്ളിക്കുളങ്ങര റോഡിലെ ടാറിംഗ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടത് മൂലം ദുരിതത്തിലായി യാത്രക്കാർ. കൊടുങ്ങാപ്പാലത്തിന് സമീപം വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് റോഡ് തകരാൻ ഇടയാക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.